നമസ്കാരം. മലയാള സിനിമ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകുന്നതിന് പകരം ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനും പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കുകയുമാണ് നിലവിൽ പൃഥ്വിരാജ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ മുരളി ഗോപി എഴുതിയ തിരക്കഥ അതിൽ മാറ്റങ്ങൾ വരുത്തി പൃഥ്വിരാജ് ഗുജറാത്ത് മോഡൽ കലാപം, അതായത് ഗുജറാത്തിന്റെ കലാപം സീന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊന്നും മുരളി ഗോപിയെ കണ്ടിരുന്നില്ല. കൂടുതലായി ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ, അതായത് പോപ്പുലർ ഫ്രണ്ടും SDP നേതാക്കൾ കൂടുതലുള്ള വിദേശ രാജ്യത്ത് വൻ ഷോകൾ ഇവർ ഇറക്കിയത്. ഒരുപാട് തിയേറ്ററുകളിൽ ഇവർ ഈ സിനിമ പ്രദർശിപ്പിച്ചു. മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കൂടാതെ നിലവിൽ ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ റഡാറിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഇവർക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണമൊക്കെ റെയ്ഡൊക്കെ നടത്തി, ഇവരുടെ ഓഫീസുകളടക്കം റെയ്ഡൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം വരവിൽ കവിഞ്ഞ പണങ്ങൾ ഇവർ സമ്പാദിക്കുന്നുണ്ട്. ഒരു കാര്യം പൃഥ്വിരാജ് വ്യക്തമായി കാണിക്കണമായിരുന്നു. ഗുജറാത്ത് കലാപം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മറിച്ച് ഗുജറാത്ത് കലാപത്തിന് വഴിയൊരുക്കിയ സാഹചര്യം വ്യക്തമായി നൽകണം. ഗോധ്രയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്തി അല്ലാഹു അക്ബർ വിളിച്ചു വന്ന സുഡാപ്പി തീവ്രവാദികൾ ട്രെയിൻ ബോഗി കത്തിച്ച് 50-ലേറെ ഹിന്ദുക്കളെ കൊന്നു. അതിൽ 20ഓളം സ്ത്രീകളും കുട്ടികളായിരുന്നു. അതിന്റെ പ്രതികാരമാണ് ഹിന്ദുക്കൾ ഗുജറാത്തിൽ ഇറങ്ങിയടിച്ചത്. ഇസ്രയേലിനെ കയറി ഹമാസ് ചൊറിഞ്ഞപ്പോൾ ഇസ്രയേൽ എന്താണോ തിരിച്ചു ചെയ്തത് അത് തന്നെയാണ് ഗുജറാത്തിൽ ഹിന്ദുക്കളും ചെയ്തത്. ചോദിച്ച് വാങ്ങിയതാണ് അവർ. എന്നാൽ ഗോത്ര സംഭവം വ്യക്തമായി കാണിക്കാതെ ഗുജറാത്ത് കലാപം വിശദീകരിച്ച് കാണിക്കുന്ന സിനിമ ഏറെ സന്തോഷിപ്പിക്കാൻ, അതായത് ആരെയൊക്കെ സന്തോഷിപ്പിക്കാനാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു പ്രത്യേക ഭാഗത്തെ സന്തോഷിപ്പിക്കാനായി എടുത്ത ഒരു ചിത്രം മാത്രമാണ് ഇതെന്ന് മോഹൻലാൽ ആരാധകർ പോലും പറയുന്നു. ചിത്രത്തിലെ പ്രൊപ്പഗണ്ട മനസ്സിലാക്കി ടിക്കറ്റ് ക്യാൻസൽ ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരു കൂട്ടം ജിഹാദികൾ വരികയും ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ, സ്ത്രീകളെ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നതെന്ന ചരിത്ര സത്യങ്ങളാണ്. ചരിത്ര താളുകളിൽ അത് കുത്തിവച്ചിട്ടുണ്ട്. ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘമുണ്ടാകുമെന്ന വിശ്വാസം ഓരോ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. അടിച്ചാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തിരിച്ചടിക്കും. അതാണ് സംഘപരിവാറിന്റെ രീതി. KK മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടിയായിരുന്നു എന്നത്. ട്രെയിനിൽ പോയിരിക്കുന്ന സാധാരണ മനുഷ്യൻ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിൽ അത് തെറ്റി. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് ശേഷവും നടന്ന കലാപത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും, മുസ്ലിമുകളാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപത്തിന് തുടക്കം കുറിച്ചത്. ഹിന്ദുക്കളെ താറടിച്ച് കാണിച്ചത് കൊണ്ട് ചിലപ്പോൾ പൃഥ്വിരാജിന് ജിഹാദികൾ സമ്മാനമായിട്ട് കോടിക്കണക്കിന് രൂപ നൽകുമായിരിക്കും. അതുകൊണ്ടാണെന്നറിയില്ല, മലയാള സിനിമയിൽ താരരാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ആഡംബര അപ്പാർട്ട്മെന്റ് ഇല്ല. പക്ഷെ ഖാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് പൃഥ്വിരാജിന് മാത്രം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം. അതാണ് ഈ എമ്പുരാനിലെ ചതി. ആന്റണി പെരുമ്പാവൂർ അടക്കം എങ്ങനെ കോടീശ്വരനായി എന്നതും ആദായ നികുതി അടക്കം സംശയത്തോടെയാണ് കാണുന്നത്. മലയാള സിനിമകളിൽ മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലും വൻ രീതിയിൽ ഹവാല പണങ്ങൾ മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഈ എമ്പുരാൻ എന്ന ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ദുബായിൽ നിന്നും അടക്കം വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണങ്ങൾ മലയാള ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ട് നിക്ഷേപം നടത്തി അവിടെ മലയാള സിനിമയുടെ ആദ്യാക്ഷരം പോലും അറിയാത്ത കുറെ സംവിധായകന്മാർ, കുറെ തിരക്കഥാകൃത്തുമാർ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി കുറച്ച് മസാല പടങ്ങൾ ചേർത്ത് വെച്ചാൽ അതൊക്കെ പ്രേക്ഷകർ കണ്ട് കോടീശ്വരനാവാമെന്ന ഒരു വ്യാമോഹമാണ് ഇന്നത്തെ പ്രൊഡ്യൂസർമാർക്കുള്ളത്. ഒരു വലിയൊരു പേര് കേൾക്കാമെന്നതാണ് ഇന്നത്തെ പ്രൊഡ്യൂസർമാർക്കും സംവിധായകന്മാർക്കും ഉള്ളത്. എന്നാൽ അത് തെറ്റി. കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, കഥയുണ്ടെങ്കിൽ മാത്രമേ മലയാള സിനിമയല്ല ഏത് സിനിമയും ഓടത്തുള്ളൂ. മലയാള സിനിമയിൽ ആദ്യം കുറെ ഫൈറ്റ് സീന്, പിന്നെ കുറെ റൊമാൻസ്, പിന്നെ അടിച്ചു പിരിഞ്ഞ് ഒരു വെട്ടും കുത്തും തീയും പുകയും. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് OTT വഴി കണ്ടാൽ പോരെ
എന്തിനാണ് ഇത്രയും രൂപ കൊടുത്ത് 500-600 രൂപ മുടക്കി തിയേറ്ററിൽ വന്നിരുന്ന് വെറുതെ കണ്ട് സമയം കളയുന്നത് എന്നതാണ് പ്രേക്ഷകർ ഒന്നടക്കം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.